Hi everyone, welcome back. So ഇനി കുറച്ച് ദിവസം മാത്രമേ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ മുന്നിലുള്ളൂ. സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ബിക്കോസ് ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇനിയും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നടത്തണം എന്നൊക്കെ തീരുമാനിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായി ചോദിച്ചു കാണുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാരണം മനസ്സിലാവും. ഒരു 20-30 ഡേയ്സ് ഒക്കെ കൊണ്ട് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് പറ്റും. പക്ഷേ എങ്കിൽ നിങ്ങൾ ഒരുപാട് മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏരിയാസ് ഞാൻ ഈ വീഡിയോസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏരിയാസിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ എ ഗുഡ് മാർക്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ 2 മാത്രം പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യില്ല. പേപ്പർ 1 ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഏരിയാസിൽ 10 യൂണിറ്റ്സ് ആണുള്ളത്. സോ അതും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സ്റ്റഡി മെറ്റീരിയൽസിനായിട്ട് പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് www.englishlegacyhub.com. സോ കോഴ്സ് ഡീറ്റെയിൽസും നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഫസ്റ്റ് നമ്മൾ പബ്ലിക്കേഷൻ ഇയേഴ്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. നെറ്റ് എക്സാമിന്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ് ഈ ഇയേഴ്സ് ക്രോണോളജി ഒക്കെ. സോ ഇത് കുറച്ച് സൂപ്പർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പ്ലീസ് നോട്ട്, റൊമാൻറ്റിക്കും വിക്ടോറിയൻ പീരീഡും എപ്പോഴും മിക്കവാറും ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ്. സോ ഫസ്റ്റ് 1798 ലിറിക്കൽ ബെല്ലാഡ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്. പിന്നെ വരുന്നതാണ് ഫ്രാങ്കസ്റ്റീൻ്റെ, മേരി ഷെല്ലിയുടെ വർക്കാണ് ഫ്രാങ്കസ്റ്റീൻ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1818. Then comes Wuthering Heights, Jane Eyre's Wuthering Heights. It is in 1847. Then comes 1859 വന്നിരിക്കുന്ന On the Origin of Species. അതാരുടെയാണ്? ചാൾസ് ഡാർവിൻ്റെതാണ് On the Origin of Species എന്നുള്ളത്. പിന്നീട് വരുന്നതാണ് 1819 ജോസഫ് കൊൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. സോ ഇതൊക്കെയാണ് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡിൽ വരുന്ന യൂഷ്വലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ മോഡേണിസ്റ്റ് പീരീഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് D.H. ലോറൻസിന്റെ ക്രോണോളജി. ആൻഡ് D.H. ലോറൻസിന്റെ സൺസ് ആൻഡ് ലവേഴ്സിന്റെ ഇയർ ഇറ്റ് ഇസ് ഇൻ 1913 സൺസ് ആൻഡ് ലവേഴ്സ് ഇറ്റ് ഗോട്ട് പബ്ലിഷ്ഡ്. ദെൻ ജെയിംസ് ജോയ്സിന്റെ യൂലിസസ് ആൻഡ് ദ വേസ്റ്റ്ലാൻഡ് ഇൻ 1922 യൂലിസസും വേസ്റ്റ്ലാൻഡും. Next is Orlando. It is a lesbian love story of Virginia Woolf. It got published in 1928. So ഇതൊക്കെയാണ് മോഡേണിസ്റ്റ് പീരീഡിലെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഫ്രീക്വന്റ്ലി ചോദിച്ചു കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് ലിറ്റററി തിയറിയിൽ വരുന്ന ക്രോണോളജി. സോ ഫസ്റ്റ് വൺ ഇസ് 1916 ഫെർഡിനാൻഡ് ടി സെഷൂറിന്റെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്. Then comes in 1920s റഷ്യൻ ഫോർമലിസം നടന്നിരിക്കുന്നത്. ആൻഡ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് 1930s to 1950. പിന്നെയാണ് 1967 ഡെറിഡയുടെ ഓഫ് ഗ്രമറ്റോളജി. Then comes 1978 എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം. Then 1918 ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന്റെ Can the Subaltern Speak? Then 1990s എക്കോ ക്രിറ്റിസിസം ബിഗിൻ ചെയ്യുന്നത്. സോ ഈ ഒരു ക്രോണോളജി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ലിറ്റററി തിയറിയുടെ പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. സോ ഇത് UGCയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അതിൽ 1816 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രാജ്മോഹൻസ് വൈഫ് വരുന്നത്. ആൻഡ് 1835 മുൽക്ക് രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ. ആൻഡ് 1954 RK നാരായണന്റെ ഗെയ്ഡ്. Then 1918 സൽമാൻ റഷീദ് മിഡ്നൈറ്റ് ചിൽഡ്രൻ. Then 1997 അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആൻഡ് 2006 കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ആൻഡ് 2008 അരവിന്ദ് അധികയുടെ ദ വൈറ്റ് ടൈഗർ. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ. പിന്നീട് കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള ക്രോണോളജി. സോ ക്രോണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോണോളജി സെക്ഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അത് എല്ലാ അമേരിക്കൻ ലിറ്ററേച്ചർ ആയാലും ഇന്ത്യൻ ലിറ്ററേച്ചർ ആയാലും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയാലും എല്ലാ ഏരിയാസിലെയും ക്രോണോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 1813 to 1865 അമേരിക്കൻ റിനൈസൻസ്. 1815 നെത്താനൽ ഹൊത്തോണിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ വരുന്നത്. 1815 ഹെർമൻ മൈൽവീലിന്റെ മോബിഡിക് വരുന്നത്. 1884 മാർക്ക് ട്വെയിനിന്റെ ദ അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബറി ഫിൻ വരുന്നത്. ദെൻ 1925 F. Scott Fitzgeraldന്റെ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി.
സോ ഇതൊക്കെയാണ് അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ക്രോണോളജിയിൽ മോസ്റ്റ് ആസ്ഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയ. പിന്നീട് വരുന്ന ഒരു ഏരിയ ആണ് മാഗസീൻസ് ആൻഡ് ജേർണൽസിന്റെ ക്രോണോളജി. ആൻഡ് UGC ലവ്സ് ദിസ് ഏരിയ. സോ 1709 ദ ടാറ്റ്ലർ, 1711 ദ സ്പെക്ടാക്ടർ ആൻഡ് 1731 ദ ജെന്റിൽമാൻസ് മാഗസീൻ. പിന്നെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഏരിയ ആണ് റിസർച്ച് മെത്തഡോളജി, വേരിയബിൾസ്, ഹൈപ്പോത്തസിസ് ടൈപ്സ്, സാമ്പിളിംഗ് മെത്തേഡ്സ്, qualitative versus quantitative, then MLA and APA referencing, plagiarism and citations. Then linguistics and ELT യിൽ നിന്ന് almost 5 to 8 questions എല്ലാ വർഷവും ചോദിച്ചു കാണാറുണ്ട്. ഫെർഡിനാൻഡ് സെഷറിന്റെ ലാങ് പെറോൾ സിഗ്നിഫയർ സിഗ്നിഫൈ, ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ നോം ചോംസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമർ, ദെൻ IPA, ഫോണറ്റിക്സ്, ഫോണോളജി, ലാംഗ്വേജ് അക്വിസിഷൻ വേഴ്സസ് ലേണിംഗ്. Then Stephen Krassen's the hypothesis, then communicative language teaching. So ഇതാണ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ELT യിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. നെക്സ്റ്റ് ലിറ്റററി മൂവ്മെന്റ്സ് ആൻഡ് ഏജ്. സോ ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടുവരുന്ന ഏരിയ ആണ്. സോ അതിൽ വരുന്നതാണ് റിനൈസൻസ്, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, then Victorian, modernism, postmodernism, symbolism, futurism, surrealism. Then theatre movements-ലാണ് തിയേറ്റർ ഓഫ് അബ്സർഡ് ആൻഡ് എപ്പിക് തിയേറ്റർ. അമേരിക്കൻ മൂവ്മെന്റ്സിൽ ചോദിച്ചു കണ്ടുവരുന്ന ഏരിയ ആണ് ട്രാൻസ്ജെൻഡറിസം ആൻഡ് ബീറ്റ്, ദാറ്റ് ഇസ് ബീറ്റ് ജനറേഷൻസ്. നെക്സ്റ്റ് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിക്കവാറും കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് അബൌട്ട് ദ ജോഫ്രി ചൗസേഴ്സിന്റെ ജനറൽ പ്രലോഗ് ആൻഡ് ക്യാരക്ടേഴ്സ്, ദെൻ ലാംഗ്വേജ്. ഓക്കെ, ദെൻ റിനൈസൻസിലാണ് സ്പെൻസർ, ഫിലിപ്പ് സിഡ്നി, ക്രിസ്റ്റഫർ മാർലോ, ഷേക്സ്പിയറിന്റെ പ്ലേസും സോണറ്റ്സും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൽ ജോൺ റണ്ണും, ദെൻ ഹെർബർട്ട്, ദെൻ മിൽട്ടൺ, ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലാസ്റ്റില് ബുക്ക് 1 ആൻഡ് ബുക്ക് 9 റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ റെസ്റ്റോറേഷനിലാണെങ്കിൽ ഡ്രൈഡൻ, വൈക്കേർലി ആൻഡ് കോൺഗ്രേവ്. ദെൻ അഗസ്റ്റൻസ് ഏജിലാണെങ്കിൽ പോപ്പ്, ദ റേപ്പ് ഓഫ് ദ ലോക്ക് ആൻഡ് ജനത്തൻ ഷിഫ്റ്റ്. ദെൻ റൊമാൻറ്റിക് പോയിറ്റ്സിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് വേർഡ്സ്വർത്തിന്റെ പ്രിഫേസ് ആൻഡ് കോൾറിഡ്ജ് ഇമാജിനേഷൻ തിയറി. ദെൻ വിക്ടോറിയൻ ഏജിലാണെങ്കിൽ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, റോബർട്ട് ബ്രൗണിംഗ്, എർണോൾഡ്, മാത്യു എർണോൾഡ്, ദെൻ ചാൾസ് ഡിക്കൻസ് ആൻഡ് തോമസ് ഹാർഡി. മോഡേണിസത്തിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയ ആണ് TS എലിയോട്ടിന്റെ വേസ്റ്റ്ലാൻഡ് ആൻഡ് WB ഈസ്റ്റ്, വെർജീനിയ വൂൾഫ് ആൻഡ് ജെയിംസ് ചാൾസ്. സോ ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം. സോ അതിൽ പ്ലാറ്റോ, അബൌട്ട് പ്ലാറ്റോ, ദെൻ അരിസ്റ്റോട്ടലിന്റെ പോളിറ്റിക്സ്, ദെൻ ലോഞ്ചിനസിന്റെ സബ്ലൈം, സ്ട്രക്ചറലിസം, ഫെർഡിനാൻഡ് സെഷറിന്റെ സ്ട്രക്ചറലിസം. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ഡെറിഡയുടെയും മിഷേൽ ഫൂക്കോയുടെയും. ദെൻ ഇസ് ഫെമിനിസത്തിലാണെങ്കിൽ സൈമോൺ ഡി ബൊവയർ, ദെൻ മാർക്സിസത്തിലാണെങ്കിൽ ലൂയിസ് അൽത്രോസർ ആൻഡ് ന്യൂ ക്രിറ്റിസിസത്തിലാണ് ക്ലിയാൻ ബ്രൂക്സ് ആൻഡ് വിംസാറ്റ് ബിയോഡ്സ്ലീസ് ഫാലസീസ്. പോസ്റ്റ് കൊളോണിയലിസത്തിലാണ് എഡ്വേർഡ് സെയ്ഡ്, ഹുമിക്കെ ബാബ ആൻഡ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. അമേരിക്കൻ ലിറ്ററേച്ചറിലെ ക്രോണോളജി നമ്മൾ ചെക്ക് ചെയ്തു അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടുവരുന്നത്. സോ അമേരിക്കൻ ലിറ്ററേച്ചറിൽ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡലിസ്റ്റ്, അതായത് എമേഴ്സൺ ആൻഡ് ഹെൻറി ഡേവിഡ് തോറോ. ഈ ഒരു അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റൈറ്റേഴ്സ് ആണ് പോ, ദാറ്റ് ഈസ് എഡ്ഗർ അലൻ പോ, ഹത്തോൺ ആൻഡ് മെൽവിൽ, മാർക്ക് ട്വെയിൻ. ദെൻ അമേരിക്കൻ ലിറ്ററേച്ചറിൽ തന്നെ മോഡേൺസിൽ വരുന്നതാണ് ഫോൾക്നർ, ഏർണസ്റ്റ് ഹെമിംഗ്വേ, ഫിറ്റ്സ് ഗേർലാൻഡ്. ഹാർലിയം റിനൈസൻസിലാണ് ഹ്യൂഗ്സ് വരുന്നത് ആൻഡ് കണ്ടംപററിയിലാണ് ടോണി മോറിസൺ വരുന്നത്. ആൻഡ് വുമൻസിലാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് റിയലിസം, നാച്ചുറലിസം ആൻഡ് ബീറ്റ് ജനറേഷൻ. സോ വേൾഡ് ലിറ്ററേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റഷ്യനിലെ ലിയോ ടോൾസ്റ്റോയ് ആൻഡ് ഡോസ്റ്റോവ്സ്കി. ദെൻ ജർമ്മനിലാണെങ്കിൽ ബ്രെട്ടോൾഡ് ബ്രെച്ച് ആൻഡ് മാജിക് റിയലിസം ഇസ് ഓഫ് ഗാബ്രിയൽ ഗാർസിയ മാർക്കേ. ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് UGC NET എക്സാംസിൽ കണ്ടുവരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് എന്ന് പറയുന്നത്. So I think that today's video has helped you a lot and you will thank me later. So literature lovers, please like, share and subscribe this channel for more videos like this. Thank you.